മൈക്കിളച്ചൻ നമ്മളോട് യാത്ര പറയുന്നു എന്നുള്ളത് തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മേൽവിലാസം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതിന് സമാനമാണ്. കാരണം നമ്മുടെ അതിരൂപതയെ ലോകത്തിൻ്റെ അതിരുകളോളം അടയാളപ്പെടുത്തിയ ഒരു ശ്രേഷ്ഠ വൈദികനാണ് പ്രിയപ്പെട്ട മൈക്കിളച്ചൻ എന്ന് നമുക്കറിയാം. മൈക്കിളച്ചൻ അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം താൻ വിശ്വസിച്ചത് അക്ഷരാർത്ഥത്തിൽ ജീവിക്കുകയും ആ ജീവിത വഴികളോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തുകൊണ്ട് നീണ്ട 85 വർഷം അദ്ദേഹം നിത്യതയിലേക്ക് നടന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ജീവിത മാർഗമാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പ്രവർത്തന ശൈലിയും വ്യക്തമാക്കുന്നത്. മൈക്കിൾ എന്ന പേരിൻ്റെ അർത്ഥം നമുക്കറിയാം, മുഖ്യദൂതനായ വിശുദ്ധ മീഖായേലിൻ്റെ പേരാണ്. ആ വാക്കിൻ്റെ അർത്ഥം 3 ഹീബ്രു പദങ്ങൾ ചേർന്നതാണ്. മൈക്കിൾ എന്ന് പറയുന്നത് മീ എന്ന് പറഞ്ഞാൽ ആര് എന്ന ചോദ്യമാണ് ഹീബ്രു. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്ന് നമുക്കറിയാം. ക എന്നതാണ് അതിൻ്റെ നടുവിലുള്ള പോലെ എന്നാണ്. അതായത് ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് മൈക്കിൾ എന്ന വാക്കിൻ്റെ അർത്ഥം. അതെന്തിനാണ്? സ്വർഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉയരുന്ന ഒരു ചോദ്യമാണത്. മീഖായേല് ഊരിയ വാളുമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവത്തെ പോലെ ആരുണ്ട്? മീഖായേൽ ഒരു പോരാളിയാണ്, ചുമ്മാ ഇരിക്കുന്നൊരു മാലാഖയല്ല. ദൈവത്തിൻ്റെ മഹത്വത്തിനും അവിടുത്തെ പ്രതാപത്തിനും ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുമ്പോൾ വാളൂരി യുദ്ധസന്നദ്ധനാകുന്ന മാലാഖയാണ് മൈക്കിൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.